സൈബർ ആക്രമണത്തെ തുടർന്ന് യൂറോപ്പിലെ പ്രമുഖ വിമാനത്താവളങ്ങളുടെ പ്രവർത്തനം നിലച്ചു. ലണ്ടനിലെ ഹീത്രൂ വിമാനത്താവളം, ബെർലിനിലെ ബ്രസൽസ് എന്നിവിടങ്ങളിൽ ഉൾപ്പെടെ സർവീസ് നിലച്ചു. കോളിൻസ് എയ്റോസ്പേസ് എന്ന സേവനദാതാവിനെ ലക്ഷ്യം വെച്ചാണ് സൈബർ ആക്രമണം നടന്നത്. അപർണ കാർത്തിക ചേരുന്നു ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്. അപർണ കാർത്തിക, യൂറോപ്പിലെ പ്രമുഖ വിമാനത്താവളങ്ങളുടെ പ്രവർത്തനം ഇപ്പോഴും നിലച്ച സാഹചര്യത്തിലാണോ? വിമാനത്താവളങ്ങളൊക്കെ അടച്ചത് ഒരു വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാകുമല്ലോ യാത്രക്കാർക്ക്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വേണം മനസ്സിലാക്കാൻ. സുജി, ഒന്ന് ആലോചിച്ച് നോക്കൂ, ലോകത്തിലെ തന്നെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളിലൊന്ന്, ഏറ്റവും വലിയ വിമാനത്താവളങ്ങളിലൊന്ന് അതാണ് ഹീത്രൂ വിമാനത്താവളം. അവിടെയാണ് സാങ്കേതിക തകരാറ് കൊണ്ട് ഏറ്റവും അധികം വിമാന സർവീസുകൾ റദ്ദാക്കേണ്ട ഒരു സാഹചര്യം. ബാക്കിയുള്ളവ 500-ലധികം സർവീസുകൾ വൈകി സാഹചര്യം കൂടി ഉണ്ടായി എന്നുള്ളതാണ്. എന്താണ് സംഭവിച്ചത് എന്ന് ആദ്യഘട്ടത്തിൽ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ആദ്യഘട്ടത്തിൽ ഇതൊരു റഡാർ സംവിധാനത്തിലെ പിഴവ് മാത്രമായിട്ടാണ് വ്യാഖ്യാനിക്കപ്പെട്ടത്. പക്ഷേ പിന്നീടാണ് തൊട്ട് പിന്നാലെ ബ്രസൽസിൽ നിന്നും സമാനമായ രീതിയിൽ അറിയിപ്പ് വന്നു. അതിനുശേഷം മിക്ക യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും സമാനമായ രീതിയിൽ വിമാന സർവീസുകളെ സാരമായി ബാധിച്ചു. അതായത് ഫ്ലൈറ്റ് ഷെഡ്യൂളിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ അത് ബാധിച്ചു. ചെക്ക് ഇൻ ചെയ്യാനോ ബോർഡിങ്ങിനുള്ള സംവിധാനങ്ങളോ ഇല്ല, ഫോൺ ബന്ധങ്ങളില്ല. തീർത്തും ആ സംവിധാനങ്ങൾ പൂർണ്ണമായും നിലച്ചൊരു സാഹചര്യത്തിലേക്ക് എത്തിയപ്പോഴാണ് ഇതിലെ എയ്റോസ്പേസിലെ സാങ്കേതിക തകരാറാണ് കാരണമെന്ന് മനസ്സിലായത്. അത് ഒരു എയ്റോസ്പേസ്, അതായത് സേവനദാതാക്കളെ ലക്ഷ്യം വെച്ചുകൊണ്ട് നടന്ന ഒരു സൈബർ ആക്രമണം തന്നെയായിരുന്നു അതെന്നാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ യൂറോപ്പിൽ മാത്രമായിരുന്നില്ല സമാനമായ രീതിയിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ഏറ്റവും വിചിത്രമായ കാര്യം. അമേരിക്കയിൽ ആദ്യം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അമേരിക്കയിൽ ഉണ്ടായിരുന്നത് അവിടുത്തെ ഒരു പ്രാദേശിക ടെലിഫോൺ സംവിധാനത്തിലുള്ള ചെറിയ സാങ്കേതിക തടസ്സമാണ് എന്നാണ് വിലയിരുത്തപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഈ രണ്ട് സംഭവങ്ങളും തമ്മിൽ നിലവിൽ പ്രത്യക്ഷ ബന്ധമില്ല എന്ന് തന്നെയാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. പക്ഷേ അന്തർദേശീയ മാധ്യമങ്ങൾ ആ തരത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അതിന് ആനുപാതികമായി തന്നെ ഇതിന് ഏതെങ്കിലും ബന്ധമുണ്ടോ എന്നും പരിശോധിച്ച് വരികയാണ്. സുജയ, അപർണ കാർത്തികയാണ് വിവരങ്ങൾ നൽകിയത്. വിമാനത്താവളങ്ങൾ സൈബർ ആക്രമണത്തെ തുടർന്ന് അടച്ചു എന്നുള്ള വാർത്തയാണ് വരുന്നത്. എല്ലാ വിമാനത്താവളവും അടച്ചിട്ടില്ല കേട്ടോ. യൂറോപ്പിലെ പ്രമുഖ വിമാനത്താവളങ്ങളുടെ പ്രവർത്തനമാണ് നിലച്ചത്. ലണ്ടനിലെ ഹീത്രൂ വിമാനത്താവളം, ബെർലിനിലെ ബ്രസൽസ് എന്നിവയടക്കമാണ് ഇപ്പോൾ സർവീസ് നിലച്ച് നിൽക്കുന്നത്. കോളിൻസ് എയ്റോസ്പേസ് എന്ന സേവനദാതാവിനെ ലക്ഷ്യം വെച്ചാണ് സൈബർ ആക്രമണം നടന്നത്. അതിന്റെ അപ്ഡേറ്റുകൾ വരുമ്പോൾ നമുക്ക് അതിലേക്ക് എത്താം.